മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണീയം 5-ാമത്തെ ദശകത്തിലെ 9-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ഏതേ ഭൂതഗണാസ്തഥേന്ദ്രിയഗണാ ദേവാശ്ച ജാതാഃ പൃഥങ് നോഷേവുർഭുവനണ്ഡനിർമ്മിതിവിധൗ ദേവൈരമിഭിസ്തദാ ത്വം നാനാവിധസൂക്തിഭിർനുതഗുണസ്തത്വന്യമുന്യവിശംശ്ചേഷ്ടാശക്തിമുദീര്യ താനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യഥാഃ. ഇതുവരെ ആ മായയിൽ നിന്ന് എങ്ങനെയാണോ ഭഗവാൻ ഈ പ്രപഞ്ചത്തിന് ആവശ്യമായിട്ടുള്ള ഭൂതഗണങ്ങളെ, ഇന്ദ്രിയങ്ങളെ, ഇന്ദ്രിയ സമൂഹങ്ങൾ, അതായത് ആദ്യം പ്രകൃതിയിൽ നിന്ന് മഹത്തത്വം സൃഷ്ടിച്ചു. ആ മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരതത്വത്തിനെ സൃഷ്ടിച്ചു. അഹങ്കാരതത്വം സാത്വികം, രാജസം, ഐജസം എന്ന് മൂന്നായി എന്ന് പറഞ്ഞു. ആ സാത്വികാംശത്തിൽ നിന്ന് ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. രാജസാംശത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. താമസാംശത്തിൽ നിന്ന് തന്മാത്രകളെയും അവയിൽ നിന്ന് മഹാഭൂതങ്ങളെയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇത്രത്തോളമൊക്കെ സൃഷ്ടിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ടും ഈ പ്രപഞ്ച സൃഷ്ടി സാധിച്ചില്ല എന്ന് പറയുകയാണ്. പ്രപഞ്ചത്തിനെ അങ്ങനെ ഒന്നിച്ച് ആ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി ഇതൊക്കെ സൃഷ്ടിച്ചു എന്ന് വെച്ചാലും ഈ പ്രപഞ്ചം സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ പ്രപഞ്ചത്തിൻ്റെ ആകത്തുകയായിട്ടുള്ളൊരു ബ്രഹ്മാണ്ടം, ആ ബ്രഹ്മാണ്ടത്തിനെ തന്നെയാണ് പ്രപഞ്ചമെന്ന് പറയുന്നത്. ആ ബ്രഹ്മാണ്ടത്തിനെ സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. എന്താണ് സാധിക്കാഞ്ഞത് എന്ന് വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ വേറെ വേറെ സൃഷ്ടിച്ചതേ ഉള്ളൂ. തന്മാത്രകളുണ്ടായി, ഭൂതങ്ങളുണ്ടായി, ഇന്ദ്രിയങ്ങളുണ്ടായി, ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളുണ്ടായി. പക്ഷേ ഇവർക്കൊന്നും ഇതൊക്കെ സൃഷ്ടിച്ചു എങ്കിലും അവയ്ക്കൊന്നും തന്നെ പ്രപഞ്ച സൃഷ്ടിക്കുള്ളതായിട്ടുള്ള ആ ശക്തി ഉണ്ടായില്ല. ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കാനുള്ളതായിട്ടുള്ള ശക്തി ഇവയ്ക്കൊന്നിനും ഉണ്ടായില്ല എന്ന് പറയണം. അപ്പം അങ്ങനെ ഉണ്ടാവാതിരുന്നപ്പോൾ പ്രപഞ്ചം സൃഷ്ടിക്കുക എന്നുള്ളതായിട്ടുള്ളൊരു ഇതുണ്ട്. പക്ഷേ അതിന് സൃഷ്ടിക്കാനുള്ളതായിട്ടുള്ള ശക്തിയില്ല, അവർക്ക് കഴിഞ്ഞില്ല. അതിന് വേണമെന്നുണ്ടെങ്കിൽ ചേഷ്ടാശക്തി വേണം. ആ ചേഷ്ടിക്കാനുള്ളതായിട്ടുള്ള, പ്രവർത്തിക്കാനുള്ളതായിട്ടുള്ള ഒരു ശക്തി അത് ഉണ്ടായില്ല. കുറേ വസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ടൊക്കെ കൂടി ഒന്നിച്ച് ചേർന്ന് അവർക്ക് പ്രവർത്തിക്കാനുള്ളതായിട്ടുള്ള ശക്തി ഉണ്ടായാലേ അതിൽ നിന്ന് പിന്നീടുള്ളതായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം ഇവയ്ക്കൊന്നും ചേഷ്ടാശക്തി ഇല്ലാത്തത് കൊണ്ട് അവയ്ക്കൊന്നും പ്രത്യേകിച്ചൊക്കെ വേറെ വേറെ നിൽക്കുക. അന്യോന്യം വേറെ വേറെ നിൽക്കുമ്പോൾ ഒന്നും പ്രവർത്തിക്കാനുള്ളതായിട്ടുള്ള ശക്തി ഇല്ല. എല്ലാവരും കൂടി യോജിച്ചാലേ പ്രവർത്തിക്കുള്ളതായിട്ടുള്ള ശക്തി ഉണ്ടാവും. അപ്പോൾ ആ യോജിക്കണമെന്നുണ്ടെങ്കിൽ ചേഷ്ട വേണം. ആ ചേഷ്ടയില്ലെങ്കിൽ യോജിക്കാനും സാധിക്കില്ല. അപ്പോൾ അങ്ങനെ എല്ലതും വേറെ വേറെ നിൽക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി ഉണ്ടായില്ല. അപ്പോൾ എന്തു ചെയ്തു? ഈ ഇന്ദ്രിയമാനികളായിട്ടുള്ള ദേവതകൾ, ഇന്ദ്രിയത്തിൻ്റെ അധിഷ്ഠാന ദേവതകൾ ഉണ്ടായി എന്ന് പറഞ്ഞുല്ലോ. അപ്പോൾ ഈ അധിഷ്ഠാന ദേവതകളാകുമ്പോൾ അവർക്ക് പ്രവർത്തിപ്പിക്കണം എന്നുള്ളതായിട്ടുള്ള താല്പര്യമുണ്ട്. പക്ഷേ ചേഷ്ടയ്ക്കുള്ളതായിട്ടുള്ള ശക്തിയില്ല. അപ്പോൾ എന്തു ചെയ്തു? അവർ ഭഗവാനെ തന്നെ സ്തുതിച്ചു. ഭഗവാനിൽ നിന്നാണ് ഉണ്ടായത് എന്നുള്ളതായിട്ടുള്ള ആ ബോധം കൊണ്ട് ആ ഭഗവാനെ തന്നെ എല്ലാവരും ശബ്ദത്തിനെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ആകാശത്തിൻ്റെ ഗുണമായിട്ടുള്ളതായിട്ടുള്ള ശബ്ദത്തിനെയും അതിൻ്റെ ശബ്ദതന്മാത്രകളിൽ നിന്ന് ആകാശത്തിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ശബ്ദത്തിനെ സ്വീകരിച്ചുകൊണ്ട് ശബ്ദത്തിൻ്റെ ആകാശത്തിൻ്റെ ഗുണമായിട്ടുള്ള ശബ്ദത്തിനെ സ്വീകരിച്ചുകൊണ്ട് ഇവരെ ഭഗവാനെ തന്നെ സ്തുതിച്ചു തുടങ്ങി എന്നാണ്. ഏതേ ഭൂതഗണാഹ തഥാ ഇന്ദ്രിയഗണാഹ. ഇന്ദ്രിയഗണങ്ങളൊക്കെ ഭൂതഗണങ്ങളുണ്ടായി. ഭൂതഗണങ്ങളെന്ന് പറയുമ്പോൾ അവിടെ തന്മാത്രകൾ ഭൂതങ്ങളാണ്. ഭൂതങ്ങളുടെ തന്മാത്രകൾ, പിന്നെ മഹാഭൂതങ്ങൾ, ആകാശം, വായു എന്നുള്ളതായിട്ടുള്ള മറ്റതാദ്യം തന്മാത്രകൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നുള്ളതായിട്ടുള്ള തന്മാത്രകൾ. ഇനി അവയുടെ മഹാഭൂതങ്ങൾ ആകാശം, വായു, അഗ്നി, ജലം, പൃഥിവി എന്നുള്ളതായിട്ടുള്ള പഞ്ചമഹാഭൂതങ്ങൾ. ഇതൊക്കെ സൃഷ്ടിച്ചുവെങ്കിലും ഭൂതഗണാഹ തഥാ ഇന്ദ്രിയഗണാഹ, ഇന്ദ്രിയഗണങ്ങളെ സൃഷ്ടിച്ചു. ഭൂതഗണങ്ങളുണ്ടായി, ഇന്ദ്രിയഗണങ്ങളുണ്ടായി. ഇന്ദ്രിയഗണങ്ങളെന്ന് പറയുമ്പോൾ
ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പിന്നെ അന്ധകരണം എന്നുള്ളതായിട്ടുള്ള ഇന്ദ്രിയവും. അന്ധകരണം വെച്ചാൽ മനസ്സിൻ്റെ വിഭാഗങ്ങളായിട്ട് പറഞ്ഞു. അതിൻ്റെ വൃത്തികളായിട്ട് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നുള്ളതായിട്ടുള്ള 4 എണ്ണത്തിൻ്റെ ആകത്തുകയ്ക്കാണ് ഈ അന്ധകരണം എന്ന് പറയുന്നത്. അങ്ങനെ ഈ അന്ധകരണത്തോട് കൂടിയതായിട്ടുള്ള ഇന്ദ്രിയങ്ങളും ഉണ്ടായി. അപ്പം ഈ ഏതേ ഭൂതഗണാഹ തഥാ ഇന്ദ്രിയഗണാഹ, പിന്നെ ദേവാഹ ച, ദേവന്മാരും, അതായത് ഇവയുടെയൊക്കെ അധിഷ്ഠാന ദേവതകളെ പറഞ്ഞു. ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളെ, കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും ഒക്കെ അധിഷ്ഠാന ദേവതകളെയും കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഈ അധിഷ്ഠാന ദേവതകൾ സൃഷ്ടിച്ചു. ദേവാശ്ച ജാതാഹ, ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞുവെങ്കിലും, മായയിൽ നിന്ന് ഇതൊക്കെ ഉണ്ടായി എങ്കിലും പൃഥക്, അതൊക്കെ വേറെ വേറെ ആയിട്ട്, പൃഥക് നോ എന്നുള്ളത് പൃഥക് നോ എന്നാണ് പദം മുറിക്കുമ്പോൾ വരിക. പൃഥക് വേറെ വേറെ ആയിട്ടാണ് ഇതൊക്കെ നിന്നത്. അങ്ങനെ വേറെ വേറെ നിന്നതായിട്ടുള്ള ഇവയ്ക്ക് നോ ശേകുഹു, അവർ ശക്തരായില്ല. ശേകുഹു ശക്തരായി, ന ശേകുഹു ശക്തരായില്ല. നോ ശേകുഹു എന്തിന് ശക്തിയിട്ടായില്ല? ഭുവനാണ്ഡ നിർമ്മിതി വിധവും. ഭുവനാണ്ഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മാണ്ഡം തന്നെ. ഭുവനം എന്നുള്ളത് അവിടെ ഭൂമിയെ മാത്രമല്ല ബ്രഹ്മാണ്ഡത്തെയാണ് ഭൂമി എന്നുള്ളത് കൊണ്ട്, ഭുവനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഭുവനാണ്ഡം എന്ന് പറയുമ്പോൾ ആ പ്രപഞ്ചത്തിനെ മുഴുവൻ സൃഷ്ടിച്ചതായിട്ടുള്ള എന്തിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായത്, ആ അണ്ഡാകൃതിയിലുള്ളതായിട്ടുള്ള, അതായത് ഒരു ഗോളാകൃതിയിലുള്ളതായിട്ടുള്ള അണ്ഡത്തിൻ്റെ ആകൃതി എന്ന് പറയുന്നത്, ആ അണ്ഡാകൃതിയിലുള്ളതായിട്ടുള്ള ഈ ഭുവനത്തെ, അതായത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനായിട്ട് ഇവർക്കൊന്നിനും തന്നെ സാധിച്ചില്ല. അവരൊക്കെ വേറെ വേറെ നിൽക്കണേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അവയ്ക്കൊന്നിനും തന്നെ ഈ ഭുവനാണ്ഡത്തെ, ബ്രഹ്മാണ്ഡത്തെ സൃഷ്ടിക്കാനായിട്ട് കഴിവുണ്ടായില്ല. നോ ശേകുഹു ന ശേകുഹു, അവയ്ക്ക് കഴിവുണ്ടായില്ല. പിന്നെ അപ്പം എന്താണ്? ദേവൈരമീഭിസ്തത. അപ്പം എന്താണ്? നിർമ്മിതി എന്നുള്ളതായിട്ട് പ്രകൃതിയിൽ ഭുവനാണ്ഡത്തെ നിർമ്മിക്കുന്നതിൽ ഇവയ്ക്കൊന്നും ശക്തി ഉണ്ടായില്ല. അപ്പോൾ ദേവൈഹി അമീഭിഹി തഥാ, അപ്പോൾ ഇവർക്കൊന്നും അതിന് ശക്തി ഉണ്ടാകാതിരുന്നപ്പോൾ, അപ്പോൾ അമീഭിഹി ദേവൈഹി, ഈ ദേവന്മാരാൽ, അതായത് ഈ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളായിട്ട് നേരത്തെ പറഞ്ഞതായിട്ടുള്ള ദേവന്മാരാൽ, അമീഭിഹി ദേവൈഹി, ഈ ദേവന്മാരാൽ, ത്വം നാനാവിധ സൂക്തിഭിഹി നുതഗുണ, സ്തുതിക്കപ്പെട്ടതായിട്ടുള്ള ഗുണങ്ങളോടുകൂടിയ, അങ്ങയുടെ ഗുണങ്ങളെ എങ്ങനെ കീർത്തിച്ചടങ്ങി ഈ ദേവന്മാർ. നുതഗുണ, സ്തുതിക്കപ്പെട്ടതായിട്ടുള്ള ഗുണങ്ങളോടുകൂടിയ അവരിങ്ങനെ അങ്ങയെ സ്തുതിച്ചു തുടങ്ങി. അങ്ങയെ സ്തുതിക്കുക വെച്ചാൽ അങ്ങയുടെ ഗുണങ്ങളെ പറ്റിയിട്ട് സ്തുതിച്ചു തുടങ്ങി. എങ്ങനെ? നാനാവിധ സൂക്തിഭിഹി, പലവിധത്തിലുള്ളതായിട്ടുള്ള, നാനാവിധങ്ങളായിട്ടുള്ള പലതരത്തിലുള്ളതായിട്ടുള്ള സൂക്തികളെ കൊണ്ട്, നല്ല നല്ല ഉക്തികളെ കൊണ്ട്, സ്തോത്രങ്ങളെ കൊണ്ട്. നല്ല ഉക്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയപ്പെട്ടതായിട്ടുള്ള വാക്കുകളെന്നും അങ്ങനെയൊക്കെ പറയാം. എന്തായാലും പറയപ്പെട്ടത് എന്നാണ് ഉക്തി എന്നുള്ളതിനർത്ഥം. അതായത് അങ്ങനെ പലവിധത്തിലുള്ളതായിട്ടുള്ള സൂക്തങ്ങളെ കൊണ്ട്, സൂക്തി എന്നുള്ളത് സാധാരണഗതിയിൽ സ്തോത്രം എന്നുള്ള അർത്ഥത്തിൽ നല്ല വാക്ക് എന്ന് തന്നെ അർത്ഥമുള്ളൂ. പക്ഷേ ഇവിടെ സ്തോത്രങ്ങൾ എന്നുള്ള അർത്ഥം എടുക്കാം. സൂക്തികളെ കൊണ്ട്, നല്ല നല്ല സ്തോത്രങ്ങളെ കൊണ്ട്, പലവിധത്തിലുള്ളതായിട്ടുള്ള സ്തോത്രങ്ങളെ കൊണ്ട് ഈ ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടു. ദേവന്മാർക്ക് എപ്പോഴും മഹാവിഷ്ണുവിനെ, ഭഗവാനെ ആശ്രയിക്കാൻ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊക്കെ ഭഗവാനെ സ്തുതിക്കലാണ് പതിവ്. അപ്പം അങ്ങനെ ഈ പ്രപഞ്ചം, ബ്രഹ്മാണ്ഡത്തെ നിർമ്മിക്കാനായിട്ട് തങ്ങൾക്ക് കഴിവുണ്ടായില്ല എന്ന് വന്നപ്പോൾ എല്ലാവരും പലവിധമായിട്ടുള്ള സ്തോത്രങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. നാനാവിധ സൂക്തിഭിഹി, പലതരത്തിലുള്ളതായിട്ടുള്ള സൂക്തികളെ കൊണ്ട്, സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിക്കപ്പെട്ടതായ ഗുണങ്ങളോടുകൂടിയ ഭഗവാന്റെ ഗുണങ്ങളെ അങ്ങോട്ട് സ്തുതിച്ചപ്പോൾ, നാനാവിധ സൂക്തിഭിഹി നുതഗുണ തത്വാന്യമൂന്യാവിശൻ. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭഗവാൻ തത്വാനി അമൂനി ആവിശൻ, ഈ തത്വങ്ങളിൽ പ്രവേശിച്ചു. അമൂനി തത്വാനി, ഈ തത്വങ്ങളിൽ, അതായത് നേരത്തെ പറഞ്ഞതായിട്ടുള്ള ഈ ഭൂതഗണങ്ങൾ, ഇന്ദ്രിയഗണങ്ങൾ, തന്മാത്രകൾ, ദേവന്മാരൊക്കെ ഉണ്ടല്ലോ, ഒക്കെ എല്ലാറ്റിനെയും സൃഷ്ടിച്ചു. അപ്പോൾ അവയിലൊക്കെ ഭഗവാൻ അങ്ങോട്ട് പ്രവേശിച്ചു എന്നാണ്. മറ്റത് ഭഗവാന്റെ തന്നെ മായയിൽ നിന്നുണ്ടായതാണ് ഇവരൊക്കെ. എങ്കിലും അവിടെയൊക്കെ ഭഗവാന്റെ അംശം ഇങ്ങോട്ട് പ്രവർത്തനോന്മുഖമാക്കിയിട്ട് ഭഗവാന്റെ അംശം അവിടെ പ്രവേശിച്ചിരുന്നില്ല. അപ്പം അങ്ങനെ ഭഗവാന്റെ അംശം
ഇതിലേക്കൊക്കെ അങ്ങോട്ട് ഭഗവാൻ പ്രവേശിച്ചു എന്നാണ്. അവർക്കൊക്കെ ഒരു പ്രേരണ കൊടുക്കാനായിട്ട് ഈ എല്ലാ തത്വങ്ങളിലേക്കും, മായയിൽ നിന്നുണ്ടായതായ ഈ തത്വങ്ങളിലേക്കൊക്കെ ഭഗവാൻ അങ്ങോട്ട് പ്രവേശിച്ചു. അപ്പോൾ ഭഗവാന്റെ പ്രവേശത്തോടു കൂടിയിട്ട് അതിനൊക്കെ അങ്ങോട്ട് പ്രവർത്തന ശക്തി കിട്ടി എന്നാണ്. അമൂനി തത്വാനി ആവിശൻ, ഈ തത്വങ്ങളിൽ ആവിശൻ പരിപൂർണമായിട്ട് പ്രവേശിച്ചു എന്നാണ്. എല്ലാ ഭാഗത്തും എവിടെയെങ്കിലും പ്രവേശിക്കുന്നല്ല. ആവിശൻ, എല്ലാ ആസമന്താത് വിശൻ, അതായത് ഉള്ളിലേക്ക് മുഴുവൻ, അവയിൽ മുഴുവൻ വ്യാപിച്ചുകൊണ്ട് അങ്ങ് പ്രവേശിച്ചു. ആവിശൻ ചേഷ്ടാശക്തിം ഉദീര്യ അമൂനി തത്വാൻ, ഈ തത്വങ്ങളിൽ അങ്ങ് പ്രവേശിച്ചിട്ട്, അമൂനി എന്നുള്ളത് ഈ ഇതപ്പ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഈ തത്വങ്ങളിൽ പ്രവേശിച്ചിട്ട് ചേഷ്ടാശക്തിം ഉദീര്യ, അവയ്ക്കൊക്കെ ചേഷ്ടാശക്തി, പ്രവർത്തിക്കാനുള്ളതായിട്ടുള്ള ഒരു ശക്തി അങ്ങട് ഉണ്ടാക്കി കൊടുത്തു. ഉദീര്യ, ഉദീരണം ചെയ്തിട്ട് കൊടുത്തിട്ട് എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിട്ടെന്നാണ് സ്വതേർത്ഥം. പക്ഷേ ഇവിടെ ആ ചേഷ്ടാശക്തിയെ അങ്ങട് നൽകിയിട്ട്, ചേഷ്ടാശക്തിയെ ഉണ്ടാക്കിയിട്ട് അവർക്കൊക്കെ പ്രവർത്തിക്കാനുള്ളതായിട്ടുള്ള ശക്തി ഉണ്ടാക്കി. ഈ ഇതിനൊക്കെ താനി ഘടയൻ, എന്നിട്ട് ഇതിനെ ഒക്കെ അങ്ങടെ ഒന്നിച്ച് ഘടിപ്പിച്ചു. അല്ലാണ്ട് ഇത് വേറെ വേറെ നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും പ്രപഞ്ചോൽപത്തി ഒന്നും ഉണ്ടാവില്ല, ബ്രഹ്മാണ്ടം നിർമ്മിക്കാൻ സാധിക്കില്ല. ഒക്കെ വേറെ വേറെ നിന്നു എന്നുള്ളത് കൊണ്ട് ബ്രഹ്മാണ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഭഗവാൻ തന്നെ അവയിൽ തന്നെ പ്രവേശിച്ചിട്ട്, ഈ തത്വങ്ങളിലൊക്കെ ഭഗവാൻ പ്രവേശിച്ചിട്ട്, പരിപൂർണമായിട്ട് പ്രവേശിച്ചിട്ട് അവരുടെയൊക്കെ ചേഷ്ടാശക്തിയെ ഉണ്ടാക്കിയിട്ട്, ചേഷ്ടാശക്തി അവയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവയ്ക്ക് അങ്ങടും ഇങ്ങടും ഒക്കെ നീങ്ങാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ ഗുണങ്ങളുടെ ആധിക്യം, ന്യൂനത്വം എന്നുള്ളതൊക്കെ അവരങ്ങടെ ഇടകലർന്ന് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെയൊക്കെ ന്യൂനത്വ ആധിക്യങ്ങളൊക്കെ അങ്ങടും ഇങ്ങടും ഒക്കെ ഉണ്ടായി ചേർന്നു, വിലയം പ്രാപിച്ചു, അങ്ങടും ഇങ്ങടും ഒക്കെ ചേർന്നു. എന്നിട്ട് ചേഷ്ടാശക്തി മുദീര്യ താനി ഘടയൻ, പല വിധത്തിൽ അവയെ യോജിപ്പിച്ചു. യോജിപ്പിക്കുക വെച്ചാൽ ഭഗവാൻ യോജിപ്പിക്കൊന്നുമല്ല, ആ ചേഷ്ടാശക്തി ഉണ്ടായപ്പോൾ ഇവരെ ചേഷ്ട ചെയ്തു തുടങ്ങി, ചേഷ്ട ഉണ്ടായി തുടങ്ങി അവയ്ക്ക്. അങ്ങനെ അവ പല വിധത്തിലായിട്ട് ഘടിച്ചു എന്നാണ്, ചേർന്നു. ഒന്ന് മറ്റൊന്നിനോട് ചേരുന്ന പോലെ. ഈ മഹാഭൂതങ്ങളാണെങ്കിലും ആ മഹാഭൂതങ്ങൾ അങ്ങടും ഇങ്ങടും ചേരണത് വ്യത്യാസമുണ്ട്. അങ്ങനെ ചേരണത് വ്യത്യാസം ഉണ്ടാവുമ്പോഴാണ് പ്രപഞ്ചത്തിൽ പലതല വ്യത്യാസങ്ങളും ഉണ്ടാവണത്. എല്ലാതും ഒരുപോലെ അല്ലല്ലോ ഉണ്ടാവണത്. അപ്പം അങ്ങനെ ആ ഗുണാധിക്യങ്ങൾ, ത്രിഗുണങ്ങളുടെ ആധിക്യ ന്യൂനത്വങ്ങളൊക്കെ അങ്ങടും ഇങ്ങടുമായിട്ട് പല വിധത്തിൽ ചേർന്നിട്ട് ആദ്യം ഉണ്ടായത് ഒരു ഹൈരണ്യമായിട്ടുള്ള ഒരു അണ്ടുണ്ടായി എന്നാണ്. എങ്ങനെയുള്ള അണ്ടം? ഹിരണ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വതേ സ്വർണം എന്നാണ് പറയുക, സ്വർണത്തിനാണ് ഹിരണ്യം എന്ന് പറയുക. പക്ഷേ ഇവിടെ ഹൈരണ്യം അണ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിരണ്യഗർഭൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ആ ഹിരണ്യഗർഭൻ എന്ന് പറയണത് സ്വർണം കൊണ്ടുള്ളത് എന്നല്ല, അതുപോലെ പ്രകാശമാനമായിട്ടുള്ളതായിട്ടുള്ള ഒരു അണ്ടം. ഇത് പല വിധത്തിൽ അങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഈ ആദ്യം ഉണ്ടായതായിട്ടുള്ളതായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ, അധിഷ്ഠാന ദേവതകൾ, അതുമാതിരി തന്മാത്രകൾ, മഹാഭൂതങ്ങൾ ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഭഗവാൻ അവയിൽ പ്രവേശിച്ചിട്ട് അവ അന്യോന്യം ചേഷ്ടിക്കാൻ തുടങ്ങിയിട്ട്, ചേഷ്ടിച്ചതിന് ശേഷം ആ ഒരു അതിമനോഹരമായിട്ടുള്ള, അത്യധികം ഉജ്ജ്വലമായിട്ടുള്ള ഒരു അണ്ടം ഉണ്ടായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ഹൈരണ്യമണ്ഡം വ്യഥാഹ, ആ ഹൈരണ്യമായിട്ടുള്ള ഹിരണ്യത്തെ പോലെ, സ്വർണത്തെ പോലെ ശോഭിക്കുന്നതായിട്ടുള്ള ഒരു അണ്ടം ഉണ്ടായി. അതായത് വളരെ അതിവിസ്തൃതമായിട്ടുള്ളതായിട്ടുള്ളൊരു അണ്ടത്തിനെ പോലെയുള്ളതായി, അങ്ങനെയുള്ളതായിട്ടുള്ള ഹൈരണ്യമായിട്ടുള്ള അണ്ടം ഉണ്ടായി എന്ന് പറഞ്ഞു. ഇനി ഈ അണ്ടം ആണ് പിന്നീടുള്ളതായിട്ട് പ്രപഞ്ച സൃഷ്ടിക്കൊക്കെ കാരണമായിട്ടുള്ളത്. ഇനി അതൊന്നും എങ്ങനെ ഉണ്ടാവണു? ഈ ഹൈരണ്യം, ഈ അണ്ടത്തിൽ നിന്ന്, ബ്രഹ്മാണ്ടത്തിൽ നിന്ന്, ഇതിനെയാണ് ആ ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത്. ആ ബ്രഹ്മാണ്ടത്തിൽ നിന്ന് എങ്ങനെ പ്രപഞ്ചം ഉണ്ടായി എന്നൊക്കെയാണ് ഇനി അതിൻ്റെ ബാക്കിയുള്ളതായിട്ടുള്ള അടുത്ത ശ്ലോകത്തിൽ ഒന്നും കൂടി പറയും. അപ്പം ഇവിടെ ഇത്രത്തോളം ഈ ഇതിനെയൊക്കെ കൂടി ഭഗവാൻ അതിൽ പ്രവേശിച്ചിട്ട്, നേരത്തെ സൃഷ്ടിച്ചതായിട്ട് തന്മാത്രാദികളിൽ ഭഗവാൻ പ്രവേശിച്ചിട്ട് ഒരു ഹിരണ്മയമായിട്ടുള്ള ഒരു അണ്ടം ഉണ്ടായി എന്ന് ഇത്രത്തോളം ഈ ശ്ലോകത്തിൽ പറഞ്ഞു. ഏതേ ഭൂതഗണാസ്തഥേന്ദ്രിയഗണാ ദേവാശ്ച ജാതാ പൃഥങ്നോ ശേകുർഭുവനാണ്ഡ നിർമ്മിതി വിധൗ ദേവൈരമീഭിസ്തദാ
ത്വം നാനാവിധസൂക്തിഭിർനുത ഗുണസ്തത്വന്യമുന്യവിശംശ്ചേഷ്ടാശക്തിമുദീര്യ താനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യഥാ. മലയാള പരിഭാഷ. വിശ്വാണ്ഡം പണിയാൻ തുനിഞ്ഞു ഗണമീ ദേവേന്ദ്രിയം ഭൂതവും സാധിച്ചില്ല കിണഞ്ഞു നോക്കി വളരെ എന്നാലും ഇക്കൂട്ടരാൽ. പിന്നെ ദേവഗണം ഭവാനെ ബഹുധാ കീർത്തിച്ചു ഗീതങ്ങളാലങ്ങും ചേർന്നഥ ശക്തി അവയാലുണ്ടാക്കി ഹേമാണ്ഡവും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.